ഒരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഒരു കറി ഉണ്ടാക്കും. ബാക്കി ഒരു സലാഡ് ഉണ്ടാക്കി കാണിച്ചു തരാവേ. അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കട്ടെ. എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. വായോ. നമ്മളിതേ പൈനാപ്പിളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സാലഡിനുള്ള എല്ലാ പരിപാടികളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത പൈനാപ്പിളായിരുന്നേ. നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. ഇങ്ങനെയൊന്നും സാധാരണ കിട്ടാറില്ല, പക്ഷെ ഇത് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ? 1/2 സ്പൂൺ പഞ്ചസാര. നല്ല മധുരം ഉള്ളത് കൊണ്ടാണ്. കുറച്ച് പുളിയുള്ളതാണെങ്കിൽ 1 സ്പൂൺ നന്നായിട്ട് ഇടണം കേട്ടോ. പിന്നെ നമ്മുടെ മിൻറ്റില്ലേ, പുതിന കനം കുറച്ചരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അത് നിങ്ങൾ ഇങ്ങനെ 1 സ്പൂണും കിട്ടും കേട്ടോ. മുളക് ചില്ലി ഫ്ലേക്സാണ്. അതും നിങ്ങൾക്ക് പാകത്തിന് എരിവിനങ്ങോട്ട് ചേർക്കുന്നത് ഉപ്പുനീരാണ്. ഉപ്പിൻ്റെ നീര്, അതും പാകത്തിന്. വിനാഗിരിയാ, ഒന്നുകിൽ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി, അതും പാകത്തിന് ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ സാലഡ് റെഡിയായി. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാവേ. വെറുതെ പൈനാപ്പിളേ ചെത്തി തിന്നുന്നതിനെക്കാട്ടി ഇങ്ങനെയൊന്ന് കഴിച്ചു നോക്കി, നല്ല രസമുണ്ടാവും കേട്ടോ. ഇത് നമ്മുടെ ചേട്ടന്മാർക്കൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ടച്ചിങ്സ് എന്നും പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയിക്കോളും. ഈ മുളകിനില്ലേ നല്ല എരിവാണേ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ചിട്ടത്. കാശ്മീരിയുടെ ഒക്കെ ചില്ലി ഫ്ലേക്സ് ആണെങ്കിൽ കുറച്ചും കൂടി ഇടാം, അപ്പോൾ കുറച്ചും കൂടെ കളറും കിട്ടും. ഇത് ഭയങ്കര എരിവാണ്, കുറച്ചേ ഇടാൻ പറ്റത്തുള്ളൂ. കണ്ടോ, നല്ലൊരു അടിപൊളി പൈനാപ്പിൾ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇച്ചിരി എരിവ് കുറച്ച് കൊടുത്തോ, അവർക്ക് കഴിക്കാൻ പരുവത്തി. വലിയവർക്കാണെങ്കിൽ ഇച്ചിരി മുളക് കൂട്ടിയും കൊടുത്തോ. കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, നല്ല രസമാണ്. അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.